നമസ്കാരം. പെൺമനസ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ അതിഥി വരകളിൽ വിസ്മയം തീർക്കുന്ന കാഞ്ഞിരപ്പള്ളി സ്വദേശി ഡാലി ജോസഫ്. ഞാൻ ഡാലി ജോസഫ് അഞ്ചനാട്ട് കാഞ്ഞിരപ്പള്ളിയിലാണ് താമസിക്കുന്നത്. വർഷങ്ങളായിട്ട് ഞാൻ ഓയിൽ പെയിന്റിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ആനക്കല് സെന്റ് ആൻസസ് സ്കൂളിലെ ആക്ടിവിറ്റി ഡ്രോയിങ് ടീച്ചറായിട്ട് ഞാൻ ജോലി ചെയ്യുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ചെയ്തു തീർത്ത രാഷ്ട്രപതിയുടെ പടമാണ്. ഉണങ്ങുന്ന എണ്ണയിൽ ചാലിച്ച നിറങ്ങൾ കൊണ്ട് ചിത്രം വരയ്ക്കുന്നതാണ് എണ്ണച്ചായ ചിത്രകല. വീട്ടിലെ പരിമിതമായ സൗകര്യത്തിൽ ഡാലി ജോസഫ് എന്ന കലാകാരി വരയ്ക്കുന്നത് പലതും വിസ്മയങ്ങളാണ്. ഇരൽത്തുമ്പിൽ വിരിയുന്ന അത്ഭുത രൂപങ്ങൾ. മനുഷ്യരൂപങ്ങൾ ക്യാൻവാസിൽ പകർത്താൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഡാലി എണ്ണത്തിൽ കുറവെങ്കിലും മറ്റു ചിത്രങ്ങളും വരയ്ക്കാറുണ്ട്. ഡാലിയുടെ മനുഷ്യമുഖങ്ങളിലെ കണ്ണുകളുടെ തിളക്കവും ഓരോ മുടിയിഴകളിലെ പോലും പൂർണ്ണതയും അവയെ ജീവൻ തുടിക്കുന്നതാക്കുന്നു. ചേച്ചി, പെൺമനസ്സിലേക്ക് സ്വാഗതം. എന്താണ് ചേച്ചി ഈ എണ്ണച്ചായ ചിത്രകല എന്ന് പറഞ്ഞാൽ? അതായത് നമ്മൾ ഓയിൽ ഉപയോഗിച്ച് ഓയിൽ പെയിന്റിങ്ങിൽ ചെയ്യുന്ന പടങ്ങളാണ് ക്യാൻവാസിൽ. എന്താണ് ഇതിന്റെ പ്രത്യേകത? പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വർഷങ്ങളോളം ഇത് കേടുകൂടാതെ നിൽക്കും. ഒത്തിരി ലാസ്റ്റ് ചെയ്യുന്ന പടങ്ങളാണ് മറ്റെല്ലാ പെയിന്റുകളെ അപേക്ഷിച്ച്. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഓയിൽ പെയിന്റിങ്ങിന്. എത്ര വർഷമായിട്ട് ഈ ഓയിൽ പെയിന്റിങ് ചെയ്യുന്നുണ്ട്? ഇത് പണ്ട് മുതൽക്കേ ഈ ഓയിൽ പെയിന്റ് തന്നെയാണോ ഉപയോഗിക്കുന്നത്? യെസ്, പണ്ട് മുതലേ ഓയിൽ പെയിന്റിംഗ് ഉപയോഗിക്കുന്നത്. ഞാൻ സ്കൂളിലെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഓയിൽ പെയിന്റിംഗ് ചെയ്യുമായിരുന്നു. പിന്നെ കോളേജ് പഠനം പൂർത്തിയാക്കിയപ്പം ശരിക്കും ഓയിൽ പെയിന്റിങ്ങിലേക്ക് അങ്ങ് മാറി ആർട്സിന്റെ പരീക്ഷ പാസ്സായി. അങ്ങനെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്കൊന്ന് പണ്ടത്തെ കാലത്തെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പത്തെ പോലെ അത്ര അവൈലബിൾ ആയിരുന്നില്ല ഓയിൽ പെയിന്റ് ഒക്കെ എന്ന് തോന്നുന്നു. അത് അന്ന് എങ്ങനെയായിരുന്നു വരുത്തിച്ചോണ്ടിരുന്നൊക്കെ? എങ്ങനെയായിരുന്നു? ഓയിൽ പെയിന്റ് നമുക്ക് വലിയ വലിയ കടകളിലൊക്കെ കിട്ടുന്നതാണ്. ഇപ്പോഴാണെങ്കിൽ നമുക്ക് ഓൺലൈനിലാണെങ്കിലും വാങ്ങിക്കാൻ പറ്റും. ഓൺലൈനിലാണെങ്കിലും മേടിക്കും. നമുക്ക് കാഞ്ഞിരപ്പള്ളി തന്നെ കിട്ടുമല്ല. നേരത്തെ തൊട്ടേ അങ്ങനെ തന്നെയായിരുന്നു? അതെയായിരുന്നു. എത്ര വർഷമായിട്ട് വരയ്ക്കുന്നു ചേച്ചി? ഞാനൊരു 10-30 വർഷത്തോളമായി വരയ്ക്കാൻ തുടങ്ങി. 30 വർഷമായി വരയ്ക്കാൻ തുടങ്ങിയിട്ട്. ഈ വരച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും പറയുന്നത്? ബോബി ചെമ്മണ്ണൂരും മർഡോണയും കൂടെ നിൽക്കുന്ന ഒരു ചിത്രമുണ്ട്. ഞാൻ വരച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇച്ചിരി നല്ല ഒരു ജീവൻ തുടിക്കുന്ന ഒരു പടമായിട്ട് എനിക്ക് തോന്നിയതാ. പിന്നെ രാഷ്ട്രപതിയുടെ പടവും ഉണ്ട്. ചേച്ചി കൂടുതലായിട്ടും മനുഷ്യരുടെ ചിത്രങ്ങളാണ് വരയ്ക്കുന്നത് അല്ലെ? ആ ഒരു കാറ്റഗറി ചൂസ് ചെയ്യാൻ എന്താ കാരണം? സീനറി, അങ്ങനെ പല കാറ്റഗറീസ് ഉണ്ടല്ലോ. സീനറി ഒക്കെ അങ്ങ് ആസ്വദിച്ച് വിടും. പക്ഷെ വരയ്ക്കാൻ വരുമ്പോ നമ്മുടെ മനസ്സിൽ തട്ടുന്ന ഇതാ മനുഷ്യരുടെ രൂപങ്ങൾ വരയ്ക്കണമെന്നാ കൂടുതൽ താല്പര്യം. മനുഷ്യരുടെ രൂപങ്ങൾ വരയ്ക്കാനാണ് ഇഷ്ടം. അതെ അതെ. അപ്പൊ അതിന് കുറച്ചും കൂടെ ഒക്കെ ഒരു ഫിനിഷിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. അത് ഓരോന്നും കറക്റ്റ് ആയിരിക്കണ്ടേ? നോട്ടങ്ങളും എല്ലാം കറക്റ്റ് ആയിട്ട് വരണ്ടേ? ഒരു മുടിയുടെ പോലും തെറ്റാൻ ആയിരിക്കണമല്ലോ. അതെ അതെ. അത് നമ്മുടെ ഒരു ഈ ചിത്രരചന എന്ന് പറഞ്ഞ ഒരു സന്യാസം പോലെ, ഒരു തപസ് പോലെയാണ്. നമ്മുടെ മനസ്സ് ഏകാഗ്രമാക്കുക. നല്ല കോൺസെൻട്രേഷൻ പവർ വേണമെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഉദാഹരണമായിട്ട് നമ്മളിപ്പം വരച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു അപകട സൂചന എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നു, ഉടനെ നമ്മുടെ മൂഡ് അങ്ങ് മാറി നമ്മൾ വരയ്ക്കുന്നിടത്തും അത് ബാധിക്കും. അത്രയ്ക്കും കോൺസെൻട്രേറ്റ് ചെയ്ത് നിന്നാലേ ജീവൻ തുടിക്കുന്നവരെ ആക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥയാണ്. ഈ കോൺസെൻട്രേഷന്റെ കാര്യമൊക്കെ ചേച്ചി പറഞ്ഞു. അപ്പോൾ ചേച്ചി എങ്ങനെയാണ് ഒരു ആംബിയൻസ് അതിന് ക്രിയേറ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ് ഒരു റൂമിൽ സെറ്റ് ചെയ്തിട്ടാണോ, ക്യാൻവാസ് സെറ്റ് ചെയ്തിട്ടാണോ വരയ്ക്കുന്നത്? അതോ ഔട്ട്ഡോറുകൾ ട്രൈ ചെയ്യാറുണ്ടോ? ഏതാണ് ചേച്ചിക്ക് ഇഷ്ടമുള്ള ഒരു മൂഡ്? ഏതാ? വീട്ടിനകത്ത് തന്നെ ഇരുന്ന ഇൻഡോർ ആയിട്ട് വരയ്ക്കുന്നതാണ് ഇഷ്ടം. രാത്രിയാണോ പകലാണോ അങ്ങനെയൊക്കെ ഉണ്ടോ? അതൊരു സംഭവമാണ്. കാരണം നമ്മൾ പകല് വരയ്ക്കാൻ പറഞ്ഞാൽ നല്ല സമയം ഉണ്ടെങ്കിൽ മാത്രം. ഇപ്പം ഒരു ചിത്രം വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും പോകാനോ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ നമ്മുടെ കോൺസെൻട്രേഷൻ ശരിയാകുകയില്ല. രാത്രി ഒരു 12 മണി സമയത്തൊക്കെ നമുക്ക് കിടക്കുമ്പോൾ ഇങ്ങനെ തോന്നും, ഇന്നടത്ത് ഇന്ന ഷെയ്ഡ് വെക്കണം, അല്ലെങ്കിൽ ഇന്ന ഭാഗം ഇച്ചിരി ശരിയാക്കണം. ഉടനെ എഴുന്നേറ്റ് നടങ്ങ് വരയ്ക്കും. അങ്ങനെ രാവും പോലും ഒരുപോലെ. രാത്രിയാണ് ഏറ്റവും നല്ലത്.
ചേച്ചി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഓയിൽ പെയിന്റിങ് ഉണങ്ങിയെടുക്കാൻ കുറച്ച് സമയം എടുക്കുന്നു, ലെയർ ആയിട്ടാണല്ലോ ഇത് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ആവറേജ് എത്ര സമയം പിടിക്കും? ദിവസങ്ങളൊക്കെ വേണോ? ദിവസങ്ങൾ വേണം. ഒരു 4-5 ദിവസമെങ്കിലും വെയിലത്ത് വെച്ചോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചോ എങ്ങനെയും ഉണക്കാൻ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പറ്റില്ല. അത് ഓരോ ലെയറും ഉണങ്ങിയിട്ട് വേണം അടുത്തത് ചെയ്യാൻ. അതിന് പിന്നീട് പൂപ്പലും കേടാകാൻ സാധ്യതയുണ്ട്. നോർമലി എത്ര ലെയറൊക്കെയാ വരും ഒരു ഫിനിഷ് കിട്ടണമെങ്കിൽ? ഒരെണ്ണത്തിനൊരു 1.25 മാസം, ഒരു 5 ദിവസം വിട്ട് നമ്മൾ ചെയ്യണം. ആ ഫസ്റ്റ് കോട്ട് വെച്ച് കഴിഞ്ഞ് ഒരു 5 ദിവസം കഴിഞ്ഞ് പിന്നെ അടുത്ത കോട്ട് വെക്കണം. ശരിക്കും ഉണങ്ങാൻ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ശരിയാകത്തില്ല, ആദ്യം വെച്ച് ഇങ്ങ് പോരും. ഉണങ്ങാൻ തന്നെ ചിലപ്പോൾ ദിവസങ്ങളെടുക്കുന്ന എണ്ണച്ചായ ചിത്രങ്ങൾ പൂർത്തീകരിക്കുന്നതിന് കഴിവിനൊപ്പം തന്നെ ക്ഷമയും ആവശ്യമാണ്. ഓരോ ചിത്രങ്ങളുടെയും പശ്ചാത്തലത്തെക്കുറിച്ച് പറയുമ്പോൾ മറ്റെല്ലാം മറക്കുന്ന ഡാലി ജോസഫിന്റെ ലോകം തന്നെ ചിത്രകലയാണ്. ചേച്ചി ഇപ്പം അക്രിലിക് പെയിന്റിംഗ് ഒക്കെ ഉണ്ടല്ലോ, അത് ഒരു റീപ്ലേസ്മെന്റ് ആണോ ഓയിൽ പെയിന്റിന്? അത് ഫിനിഷിംഗിൽ വലിയ വ്യത്യാസം വരത്തില്ല എന്ന് തോന്നുന്നു. പടം കാണുമ്പോൾ അങ്ങനെ പെട്ടെന്ന് വ്യത്യാസം പറഞ്ഞാൽ നല്ല ഫിനിഷിംഗ്, ഫോട്ടോ ഫിനിഷിംഗ് വരികയല്ല. അത് എപ്പോഴും ഓയിൽ പെയിന്റ് മാത്രമേ നമുക്ക് ഒറ്റനോട്ടത്തിൽ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നതായിരിക്കും അല്ലേ? നല്ല ഫിനിഷിംഗ്, നല്ല ഫോട്ടോ വർക്ക് പോലെ ഇരിക്കണമെങ്കിൽ ഓയിൽ പെയിന്റിലേ അത് എടുക്കാൻ പറ്റുള്ളൂ. ആക്രിലിക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചെയ്യണം, അത് ഉണങ്ങി പോകുന്ന പെയിന്റാ. അങ്ങനെ വരുമ്പോ അങ്ങനെ പെട്ടെന്ന് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റില്ലല്ലോ. ആൾക്കാരുടെ മുഖമൊക്കെ ഒത്തിരി സൂക്ഷിച്ച് ചെയ്യണ്ടേ, പെയിന്റ് ഉണങ്ങാൻ നിൽക്കണം, എന്നാലേ നല്ല ഫിനിഷിംഗ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യമായിട്ട് വരച്ച ഒരു മനുഷ്യമുഖം അതേതാ ഓർക്കുന്നുണ്ടോ? നമ്മള് പിതാവിന്റെ ഒക്കെ വരയ്ക്കാറുണ്ട്. ഇപ്പൊ മാർപ്പാപ്പാടെ ഒന്ന് പണ്ട് വരച്ചായിരുന്നു, അതാ ഞാൻ ആദ്യമായിട്ട് വരച്ചത്. അല്ല, ഇതുവരെ വരച്ച പ്രമുഖ ആളുകളുടെ ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാമോ? പ്രധാനമന്ത്രിയുടെ പടമുണ്ട്, അത് മുഖം നല്ല ഇതായിരുന്നു ഞാൻ വരച്ചപ്പോ. ഞാൻ ഉദ്ദേശിച്ചതിൽ നല്ലൊരു ജീവൻ പോലെ ഒരു ഭാവം വന്നായിരുന്നു. ജീവൻ തുടിക്കണം അല്ലെ മനുഷ്യരെ വരയ്ക്കുമ്പോ? അതിന് പല ദിവസം നമ്മൾ ട്രൈ ചെയ്യണം, നമ്മൾ മനസ്സിൽ ഓർത്തോണ്ട് നടക്കണം. ആ വർക്ക് തീരുന്നിടം വരെ നമ്മൾ അത് തന്നെ മനസ്സിൽ ഒരുമാതിരി ഒരു ധ്യാനം, ഇതുപോലെ ഒരു സന്യാസിമാരുടെ ഒരു തപസ് പോലെ ആ രീതിയിലോട്ട് പോയാലേ നമുക്ക് ശരിക്കും ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെ എവിടെയെങ്കിലും ഒരു ശകലം വ്യത്യാസം വന്നാൽ അത് ആള് മാറിപ്പോവും. അതതിൻ്റെ ചേച്ചി, ചിത്രകല ഒരു വരുമാന മാർഗമായിട്ട് എത്രത്തോളം ഉപയോഗിക്കാൻ പറ്റും? ചിത്രകല ഞാൻ വരച്ച പടങ്ങളൊക്കെ ഒരു 30,000 രൂപ 50,000 രൂപയുടെ വർക്കൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ അമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്, കുട്ടിക്കാനം മരിയൻ കോളേജ്, അവിടെയൊക്കെ ഞാൻ വരച്ച വർക്കുകളാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ ഓർഡർ അനുസരിച്ചൊക്കെ വരച്ചു കൊടുക്കുമ്പോൾ ഇതൊരു വരുമാന മാർഗമാണ് ആക്കാൻ പറ്റും അല്ലേ? എക്സിബിഷനൊക്കെ നടത്തിയിട്ടുണ്ടോ? എക്സിബിഷൻ സ്കൂളിലൊക്കെ എൻ്റെ വർക്ക് വെച്ചിട്ടുണ്ട്. ആനക്കൽ സെന്റ് ആൻസ് സ്കൂളിലെ പ്രോഗ്രാം ഒക്കെ വരുമ്പം കുറെ ആർട്ടിസ്റ്റുമാരുടെ വർക്കിന്റെ കൂടെ എന്റേതും വെക്കാറുണ്ട്. അങ്ങനെ ചേച്ചിയായിട്ട് എക്സിബിഷൻ ഒന്നും നടത്തിയിട്ടില്ല? അങ്ങനെ പ്ലാനൊക്കെ ഉണ്ടോ ഫ്യൂച്ചറിൽ? അവസരം കിട്ടിയാ ചെയ്യും. ഇതുവരെ വരച്ചതിൽ ഏറ്റവും അധികം അഭിനന്ദനം ഏറ്റുവാങ്ങിയ ഒരു ചിത്രം ഏതാ? പ്രധാനമന്ത്രിയുടെ തന്നെ ചിത്രം അതാണല്ലേ? അതെ. പിന്നെ പ്രധാനമന്ത്രിയുടെ ചിത്രം വരച്ചപ്പം ഒത്തിരി അഭിനന്ദനം, കത്ത് എനിക്കൊരു സർട്ടിഫിക്കറ്റ് പോലെ അയച്ചു തന്നു. നന്ദിയൊക്കെ അറിയിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന്. വരച്ചതിൽ ഏറ്റവും ഇഷ്ടമുള്ള ചിത്രം ഏതാ? വരച്ചതിൽ ഇപ്പം ഏറ്റവും പുതിയത് പ്രസിഡന്റിന്റെ ചിത്രം നല്ല എല്ലാം കൊണ്ട് ഒത്തായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ ഗസ്റ്റുകളൊക്കെ വരുമ്പോഴാണേലും ഇങ്ങനെ ഒരുപാട് പടങ്ങളൊക്കെ വരച്ച് കണ്ടു കഴിയുമ്പോൾ അത് ഗിഫ്റ്റ് ആയിട്ട് തരാവോ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ടോ? അപ്പൊ അങ്ങനെ കൊടുക്കുവോ? ഞാൻ കൊടുക്കാറുണ്ട്. ഞാൻ വരച്ച പടത്തിന്റെ ഫോട്ടോ എടുത്തിട്ട് അത് പിന്നെ പ്രിന്റ് എടുക്കും, പ്രിന്റ് എടുത്തേച്ച് കൊടുക്കാറുണ്ട്. പിന്നെ ഫാമിലിയെ കുറിച്ചൊക്കെ ഒന്ന് പറയാവോ? ഞാൻ മാരീഡ് അല്ല, എനിക്ക് സന്യാസം പോലെയൊക്കെ ജീവിക്കുന്ന ഇഷ്ടം. കാരണം ആ ചിത്രരചന മുന്നോട്ട് ശരിക്കും കൊണ്ടുപോകാൻ അങ്ങനെ ഒരു ജീവിതാന്തസ്ഥ നല്ല ചിത്രകലയ്ക്ക് ഒന്നും തടസ്സമാകില്ല. ചേച്ചി എപ്പോഴെങ്കിലും ഈ ചിത്രകലയ്ക്ക് ഒരു ബ്രേക്ക് എടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ? എൻ്റെ പപ്പ മരിക്കാറായി കിടന്നപ്പം ഭയങ്കര സങ്കടമൊക്കെ, കുറച്ച് നാളത്തേക്കിന് വരയൊക്കെ നിർത്തിവെച്ച് അങ്ങനെ ഒരു അവസ്ഥയിലോട്ട് വന്നായിരുന്നു. പപ്പ എന്നെ പഠിപ്പിച്ച ആർട്ടിസ്റ്റ്. അപ്പോൾ പിന്നെ പെട്ടെന്ന് പപ്പ ഞാൻ വരച്ച വർക്കൊക്കെ പപ്പയെ കൊണ്ട് കാണിക്കുമ്പോൾ പപ്പ അഭിപ്രായം പറയും. 86-ാമത്തെ വയസ്സിലും പപ്പ അഭിപ്രായം പറയുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് പപ്പ അങ്ങ് മരിച്ചപ്പോൾ വലിയൊരു സങ്കടമായി. കുറച്ച് നാളത്തേക്കിന് വരയെല്ലാം നിന്ന് പോയി. എങ്ങനെ ചിത്രകല ശാസ്ത്രീയമായിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടോ? അതെ, പഠിച്ചതാ.
എവിടെയായിരുന്നു പഠനമൊക്കെ? എവിടെയായിരുന്നു? എങ്ങനെ? കറുകച്ചാൽ AP ആർട്സ് എന്ന് പറഞ്ഞ സ്കൂളുണ്ട്, കേരള ഗവൺമെന്റിന്റെ. അവിടെ പിന്നെ കുറച്ച് നാള് 2 വർഷത്തെ അറ്റൻഡൻസ് വേണം. അറ്റൻഡൻസ് ഉണ്ടെങ്കിലേ എക്സാം എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ പോയി അറ്റൻഡൻസ് എടുത്തത്. പിന്നെ മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ പപ്പായ എന്നെ പഠിപ്പിച്ചത്. പപ്പയായിരുന്നു ആദ്യത്തെ ഗുരു? അതെ അതെ. ആർട്ടിസ്റ്റ് ആയിരുന്നു, പ്രൊഫഷണൽ ആയിരുന്നു? അതെ അതെ. പപ്പ ജ്യോതിഷം മുഖലക്ഷണം എല്ലാം അറിയാവുന്ന ആളായിരുന്നു. പേരും കൂടെ ഒക്കെ ഒന്ന് പറഞ്ഞു. AJ ജോസഫ് പഞ്ചനാട്ട്. കാഞ്ഞിരപ്പള്ളി എല്ലാവർക്കും അറിയാവുന്ന പപ്പായെ കുറിച്ച്. പപ്പയുടെ സംസാരം കേൾക്കാൻ തന്നെ ആൾക്കാർ കൂടുമായിരുന്നു, കൈ നോക്കാനും ഒക്കെ ആയിട്ട്. പപ്പ പറയുന്നതൊക്കെ കറക്റ്റാ കൈ നോട്ടത്തില്. എന്തെങ്കിലും അംഗീകാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടോ ചിത്രകലയ്ക്ക്? ഉണ്ട്. എനിക്ക് പിന്നെ പ്രധാനമന്ത്രിയുടെ അവാർഡ് കിട്ടി. പിന്നെ ഈയിടെ പ്രസിഡന്റിന്റെ വിളിച്ചു പറഞ്ഞ് കിട്ടി. പിന്നെ കേരളോത്സവത്തിന് ഞാൻ ജില്ല വരെ മത്സരിക്കാൻ പോയിട്ടുണ്ട്. ഇപ്പൊ പെയിന്റിംഗ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. 10-25 വർഷം. അപ്പൊ അതെങ്ങനെയാ? അതിന്റെ ഒരു പാറ്റേൺ ഒക്കെ എങ്ങനെയാ? കുട്ടികൾക്ക് അങ്ങനെ താല്പര്യമുള്ള കുട്ടികളെ സെലക്ട് ചെയ്തിട്ടാണോ അതോ എല്ലാവരെയും പഠിപ്പിക്കുവാണോ? അങ്ങനെയല്ല, താല്പര്യമുള്ള കുട്ടികളെ സെലക്ട് ചെയ്ത് പ്രത്യേകം പഠിപ്പിക്കുക. അത് മിക്കവാറും പാരമ്പര്യമായിട്ട് കലാവാസനയുള്ള കുട്ടികളായിരിക്കും അതിൽ വരാറുള്ളത്. അതുകൊണ്ട് പിന്നെ പഠിപ്പിക്കാൻ കുറച്ച് എളുപ്പമുണ്ട്. പിന്നെ ഇപ്പോൾ കൊച്ചു കുട്ടികളാണ്, ഇപ്പോൾ ഈ വർഷത്തെ ബാച്ചിലെ കൊച്ചു കുട്ടികളാണ്. പിന്നെ ചേച്ചി, ഈ യൂത്ത് ഫെസ്റ്റിവൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലാണെങ്കിൽ പോലും മറ്റു കലകൾക്ക് കിട്ടുന്ന ഒരു വാല്യൂ ചിത്രകലയ്ക്ക് കിട്ടുന്നില്ല എന്ന് തോന്നാറുണ്ടോ? കിട്ടുന്നില്ല. കാരണം ഇപ്പൊ ഈ കമ്പ്യൂട്ടറും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് ചിത്രകലയ്ക്ക് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. പിന്നെ നല്ല കലാവാസന ഉള്ളവർ മാത്രം അതിൽ ഉറച്ചു നിൽക്കുന്നു, അത്രേ ഉള്ളൂ. ചേച്ചി, മറ്റെല്ലാ മേഖലകളിൽ എന്ന് പറയുന്ന പോലെ ചിത്രകലയ്ക്കും പുതിയ ടെക്നോളജിയും ടൂൾസ് ആയിട്ടും ഒക്കെ വരാറുണ്ടല്ലോ. അപ്പൊ ചേച്ചി അത് എത്രത്തോളം അപ്ഡേറ്റഡ് ആണ്? അതോ ട്രഡീഷണൽ ആയിട്ടുള്ള മെത്തേഡ് തന്നെ ഫോളോ ചെയ്യാനാണോ താല്പര്യം? ട്രഡീഷണൽ ആയിട്ടുള്ള എനിക്കിഷ്ടം. അതാകുമ്പോൾ അതിന്റെ ഒറിജിനാലിറ്റി നിലനിർത്താൻ പറ്റും. അപ്പൊ ഇപ്പോഴത്തെ മോഡലൊക്കെ എന്ന് പറഞ്ഞാൽ സ്കെച്ച് പെന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഓരോരുത്തർക്ക്. അതൊന്നും നല്ല പെർഫെക്ഷൻ കിട്ടത്തില്ല, അതേ ഉള്ളൂ. ചേച്ചി, വേറെ എന്തെങ്കിലും ആർട്ട് ഫോംസിനോട് താല്പര്യമുണ്ടോ? സ്റ്റിച്ചിങ്ങോ എംബ്രോയിഡറി അങ്ങനെ എന്തെങ്കിലും? ഞാൻ ഈ ക്രാഫ്റ്റ് ഒക്കെ പേപ്പർ വെച്ചുള്ള വർക്കൊക്കെ ചെയ്യും. അത് കുറെ ഐറ്റംസ് എനിക്കറിയാം. ഞാൻ സ്കൂളിൽ നിന്നൊക്കെ പഠിച്ചതാ. പിന്നെ പ്ലാസ്റ്റിക് വള്ളി വെച്ചുള്ള വർക്കുകൾ, മുന്തിരിക്കൊല, റോസപ്പൂവ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന അതൊക്കെ എനിക്കറിയാവുന്ന കുറെ ഐറ്റംസ്. അത് ഞാൻ പിള്ളേരെ സ്കൂളുകളിൽ പഠിപ്പിക്കാറുണ്ട് ആക്ടിവിറ്റിക്ക്. ഇപ്പോൾ ഉണ്ടോ? ഇപ്പോഴും ഉണ്ട്. അപ്പം അതിലും കഴിവ് തെളിയിച്ചിട്ടുണ്ട് അല്ലേ? എനിക്ക് തോന്നുന്നു അമ്മയും ചെറിയൊരു ആർട്ടിസ്റ്റ് ആണ് അല്ലേ? അതെ. അമ്മ എന്തൊക്കെയാ ചെയ്യുന്നത്? മമ്മി പള്ളിയിലെ പിതാക്കന്മാരുടെ പടങ്ങള്, മാർപ്പാപ്പ ഇങ്ങനെയുള്ള ഓരോ തിരുമേനിമാരുടെയും അങ്ങനെയുള്ളതൊക്കെ വരച്ച് കൊടുക്കാറുണ്ട്. മെത്രാന്മാർക്കൊക്കെ കൊടുക്കാറുണ്ട്. ഒത്തിരി അഭിനന്ദനവും പ്രാർത്ഥനകളും ഒക്കെ മെത്രാന്മാര് മമ്മിയെ അറിയിച്ചിട്ടുണ്ട്. വർണ്ണങ്ങളുടെ ലോകത്ത് ഏറെ സന്തോഷവതിയാണ് ഡാലി. ചിത്രങ്ങളുടെ വർണ്ണപ്പൊലിമയ്ക്കൊപ്പം അവ തീർത്തു നൽകിയപ്പോൾ കേട്ട അഭിനന്ദന വാക്കുകളും മുന്നോട്ടു പോകാനുള്ള ഊർജമാണ് ഈ കലാകാരിക്ക്. നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ഒരു ചിത്രമാണത്. ചേച്ചി വരച്ചതാണ്. ഇതാണ് ചേച്ചിയുടെ ഏറ്റവും പുതിയ വിശേഷം എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? എന്താ ഇതിന്റെ പിന്നിലുള്ള കാര്യങ്ങളും കഥകളും ഒക്കെ? രാഷ്ട്രപതിയോടുള്ള ബഹുമാനം കൊണ്ട് എനിക്ക് വരയ്ക്കണമെന്ന് കുറെ നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന. അപ്പൊ ഇപ്പോഴാണ് അതിന് സമയം കിട്ടിയത്. ഓയിൽ പെയിന്റ് ചെയ്തതാണ്. പിന്നെ രാഷ്ട്രപതി ഭവനിൽ തന്നെ വിളിച്ച് അഭിനന്ദനവും നന്ദിയും എല്ലാം അവരറിയിച്ചു. അപ്പൊ എന്താ തോന്നിയത് അവിടുന്ന് രാഷ്ട്രപതി ഭവനിൽ നിന്നൊക്കെ വിളിക്കാന്ന് പറഞ്ഞപ്പോ? ഒത്തിരി സന്തോഷം തോന്നി. ആദ്യം ചോദിച്ചു ഇംഗ്ലീഷിൽ സംസാരിക്കുമെന്നൊക്കെ ചോദിച്ചു. ക്യാൻ യു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു യെസ് ഐ ക്യാൻ എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഹിന്ദിയുടെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഹിന്ദി അറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അവർ ഇംഗ്ലീഷിൽ മറ്റു കാര്യങ്ങളൊക്കെ ചോദിച്ചു. വീട്ടുകാര്യങ്ങളും എവിടെയാണ് ജോലി ചെയ്യുന്നതെന്നും അതുപോലെ പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ടുള്ള അകലമൊക്കെ ചോദിച്ചു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ചേച്ചി ആളുകളുടെ ചിത്രങ്ങളാണ് വരയ്ക്കുന്നത്. അതെ അതെ. പക്ഷേ ആ കൂട്ടത്തില് 1-2 ബസ്സുകളുടെ പടങ്ങൾ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. ഇതൊരു KSRTC ബസ്, പിന്നെ ഇതൊരു പ്രൈവറ്റ് ബസ്സിന്റെ പടമാണ്. ഇതൊക്കെ എന്താ? ഇത് ഞാൻ ഈ ബസ്സിലെ സ്ഥിരം യാത്രക്കാരിയാ. അപ്പം ഇതിനകത്ത് ഇങ്ങനെ യേശുവിന്റെ ഒക്കെ പടം വെച്ച് നല്ല ഒരു അന്തരീക്ഷമാണ് ബസ്സിനകത്ത്. അപ്പൊ എനിക്ക് തോന്നി ഇതുപോലെ ഒരു സ്വർഗത്തിൽ ഇത് കിടക്കുന്നതായിട്ട് വരയ്ക്കണമെന്ന് തോന്നി. സ്വർഗത്തിൽ മാലാഖമാരും എല്ലാം ആയിട്ട് അങ്ങനെ സ്വർഗം ഭൂമി ഒന്നായിത്തീരും പരിപാവനമാ നിമിഷം ഇതാന്നുള്ള പാട്ട് എഴുതി. ഓക്കെ. അപ്പൊ ഇത് വരയ്ക്കുമ്പോ ചേച്ചിക്ക് തോന്നുന്ന ഒരു ഫീലിംഗും കൂടെ ഇതിന്റെ കൂടെ ഒരു ക്യാപ്ഷൻ ആയിട്ട് എഴുതി വെക്കും. താഴെ ഒരു പൂന്തോട്ടത്തിൽ വണ്ടി കിടക്കുന്നു, മാലാഖമാരെല്ലാം അതിനെ സ്തുതിച്ച് സന്തോഷിക്കുന്നതായിട്ട്. അങ്ങനെ ഒരു രംഗമാ മനസ്സിൽ ഭാവനയെന്ന് എടുത്താ. ഇതോ KSRTC ബസ്? ഇത് ഞാൻ സ്ഥിരം യാത്ര ചെയ്തോണ്ടിരുന്ന വണ്ടിയാ.
അങ്ങനെ വന്നപ്പം അതിലെ ജോലിക്കാർ പറഞ്ഞു നമുക്കിതൊന്ന് വരയ്ക്കണം, തിരുവനന്തപുരം ഫാസ്റ്റാ. അങ്ങനെ അവർക്ക് വേണ്ടി ഞാനിതങ്ങ് വരച്ചതാ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറ് ലൈറ്റ് ഗ്രീനും ലൈറ്റ് ബ്ലൂവാണ്. അപ്പോൾ ഈ കളർ മിക്സിങ്ങിന് ഓരോ പ്രത്യേകതകളുണ്ട്. ഉദാഹരണമായിട്ട് ഇപ്പം ബ്ലാക്കും വൈറ്റും കൂടെ മിക്സ് ചെയ്താൽ ആഷ് കളർ കിട്ടും. അങ്ങനെ അതുപോലെ റെഡും ഗ്രീനും കൂടെ മിക്സ് ചെയ്യുകയാണെങ്കിൽ ബ്ലാക്ക് കിട്ടും. ഇപ്പം റെഡും വൈറ്റും കൂടെ മിക്സ് ചെയ്യുമ്പം ലൈറ്റ് റോസ് കിട്ടും. അതിൽ ആ റെഡിൻ്റെ കളർ നമ്മൾ കൊടുക്കുന്ന അനുസരിച്ച് റോസ് കളർ കൂടി വരും. അങ്ങനെയുണ്ട്. ഇനിയും നമ്മൾ കണ്ടുപിടിക്കാത്ത കളറുകളുണ്ട്. കാരണം നമ്മൾ ഓരോന്നിൻ്റെ അളവനുസരിച്ച് കൂട്ടിയും കുറച്ചും കൊടുക്കുമ്പം അതനുസരിച്ച് ഉള്ള കളറുകളാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് പറയാൻ പറ്റത്തില്ലാത്ത കളറുകൾ എല്ലാം കിട്ടും. ഇപ്പം ഡാർക്കിൻ്റെ കൂടെ, ഇപ്പം റെഡിൻ്റെ കൂടെ നമ്മൾ ബ്ലാക്കും കൂടെ വെക്കുകയാണെങ്കിൽ വേറൊരു പ്രത്യേകതയുള്ള കളറാണ് കിട്ടുന്നത്. അതായത് നല്ല സൂര്യാസ്തമയത്തിൻ്റെ ഒരു കളറൊക്കെ വരും. അങ്ങനെ ഓരോ കളർ മിക്സിങ്ങിനും ഓരോ പ്രത്യേകതകളുണ്ട്. പെൺമനസ്സിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നമുക്ക് മറ്റൊരു അധ്യായമായി വീണ്ടും കാണാം. നമസ്കാരം.